ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലച്ചൂസ്. എല്ലാവർക്കും ലച്ചൂസ് സ്റ്റൈൽസിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും ഇൻഗ്രീഡിയൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഞാൻ പറയാം. ഒന്ന്, നെല്ലിക്ക, ആംല. എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് ആൻ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. കോവിഡ്-19 ടൈമിൽ ഒരുപാട് ആളുകൾ വീട്ടിൽ ഹോം റെമഡി ആയിട്ട് COVID-19 വരാതിരിക്കാനും ഇനി വന്നിട്ടുള്ളവരാണെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് ആയിട്ട് അല്ലെങ്കിൽ വന്നിട്ടുള്ളവർക്ക് ആഫ്റ്റർ എഫക്റ്റ് ഏൽക്കാതിരിക്കാൻ വേണ്ടിയും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയും ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു ഫുഡായിരുന്നു ആംല. നെല്ലിക്കയുടെ ഗുണഗണങ്ങൾ ഒരുപാടാണ്. ആൻറ്റി ഓക്സിഡൻസ്, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ, അങ്ങനെ പലതരത്തിലുള്ള ഗുണഗണങ്ങളുള്ളതാണ്. തലമുടിക്ക് ഏറ്റവും നല്ലതാണ്. തലമുടിക്ക് ഉള്ളിൽ കഴിച്ചാലും നല്ലതാണ്, പുറത്ത് തലമുടിക്ക് നെല്ലിക്ക കാച്ചി തേച്ചാലും നല്ലതാണ്. എല്ലാവരും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് COVID-19 ടൈമിൽ ഉപയോഗിച്ചിരുന്ന നെല്ലിക്കയാണ് ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓറഞ്ച്. ഓറഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ വൈറ്റമിൻ സി. വൈറ്റമിൻ സി ആണ് ഓറഞ്ച്. അതും ഈ പറയുന്ന പോലെ ഒരു ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയുടെ ഒരു കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു ഐറ്റം. എല്ലാവരും ആ ഒരു ഐറ്റം ഒഴിവാക്കാൻ ശ്രമിക്കരുത്, അതും ഉപയോഗിക്കണം. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ബീട്രൂട്ട്. ബീട്രൂട്ട് ഞാൻ എടുക്കാനുള്ള മെയിൻ കാരണം അത് ബ്ലഡ് കൂട്ടാൻ സഹായിക്കുന്നു. സ്ത്രീകൾക്കാണ് അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. ബീട്രൂട്ട് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും കൂടുതലും സ്ത്രീകളിലാണ് ബ്ലഡിൻ്റെ കുറവ് കാണുക, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് ഇത് ആവശ്യം വരിക. ബീട്രൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്, എല്ലാവരുടെയും ഡൗട്ട്സ് തീർന്നു ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു, ബീട്രൂട്ട് ജ്യൂസാണോ, ബീട്രൂട്ട് ഷോർട്സ് ആണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഓൾറെഡി അവർക്ക് റിപ്ലൈ കൊടുത്തിരുന്നു, ബീട്രൂട്ട് ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ബ്ലഡ് വർദ്ധിപ്പിക്കാനും നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഒരു ഐറ്റമാണ്. സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാൻ വളരെയധികം ഇത് സഹായിക്കുന്നു. ബീട്രൂട്ട്. നാലാമത്തത് ക്യാരറ്റ്. ക്യാരറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. കണ്ണിന് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാക്കുന്ന ഐറ്റമാണ് ക്യാരറ്റ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും ക്യാരറ്റ് സഹായിക്കുന്നു. അതും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങുന്ന ഐറ്റം തന്നെയാണ്. അപ്പോൾ അഞ്ചാമത്തെ ഐറ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരാൾ തന്നെയാണ് ലെമൺ. നാരങ്ങ, ചെറുനാരങ്ങ. ഈ ചെറുനാരങ്ങ എല്ലാവരും എടുക്കണമെന്ന് ഞാൻ പറയില്ല. മൈഗ്രെയിൻ പേഷ്യൻ്റാണ് ഞാൻ. എനിക്ക് അബദ്ധം പറ്റി, നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഞാൻ ലെമൺ യൂസ് ചെയ്തിരുന്നു. ലെമൺ യൂസ് ചെയ്തതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫക്റ്റ് എനിക്കുണ്ടായി. മൈഗ്രെയിൻ ഉള്ളവർ കൂടുതലായിട്ടും ഈ പറയുന്ന ലെമൺ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആസിഡാണ്, അസിഡിറ്റി കൂടിയ ഐറ്റമാണ് ലെമൺ. അതുകൊണ്ട് തന്നെ ലെമൺ ജ്യൂസ്, ലൈം ജ്യൂസ്, അതുപോലുള്ള ലെമൺ കണ്ടൻറ്റ്, അങ്ങനെ അസിഡിറ്റി കണ്ടൻറ്റുള്ള ഐറ്റംസ് എല്ലാം ഒഴിവാക്കണം മൈഗ്രെയിൻ പേഷ്യൻസ്. മൈഗ്രെയിൻ ആയിട്ടുള്ള വ്യക്തികളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലെമൺ യൂസ് ചെയ്യരുത്. ഇതിന് ഞാൻ യൂസ് ചെയ്തു, അതിനായിട്ടുള്ള തലവേദന കൂടുതൽ പ്രശ്നങ്ങൾ എനിക്കുണ്ടായി. അസിഡിറ്റി ഒക്കെ വരാൻ തുടങ്ങി. ആരും മൈഗ്രെയിൻ പേഷ്യൻസ് ലെമൺ യൂസ് ചെയ്യാതിരിക്കുക. അസിഡിറ്റി ഉള്ളവരും ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ അഞ്ചാമത്തെ ഐറ്റമാണ് നമ്മൾ ലെമൺ പറഞ്ഞത്. ഇനി അടുത്തതായിട്ടുള്ളത് ആറാമത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾക്കെല്ലാം പരിചിതമായിട്ടുള്ള ജിഞ്ചർ. നല്ല ഇഞ്ചി, നാടൻ ഇഞ്ചി കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഇഞ്ചി വയറിന് വളരെ നല്ലൊരു ഐറ്റമാണ്. നാര് ചേർന്ന ഒരു ഭക്ഷണം കൂടിയാണ് ജിഞ്ചർ എന്ന് പറയുന്നത്, ഇഞ്ചി എന്ന് പറയുന്നത്. ഇഞ്ചി ഉപയോഗിക്കുന്നതിലൂടെ ഗ്യാസ്ട്രോ പ്രോബ്ലംസ്, കൂടുതൽ പ്രശ്നങ്ങൾ കുറയുന്നു, വയറിന് ഡൈജഷൻ കൂടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളാണ് ഈ പറഞ്ഞ ജിഞ്ചറിനുള്ളത്. അപ്പോൾ ആറാമത്തെ ഐറ്റം ജിഞ്ചറാണ്. അടുത്തത് ഞാൻ ഉപയോഗിച്ചത്, ഇതിനകത്ത് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഐറ്റം ഉണ്ട്. ഞാൻ അവോയ്ഡ് ചെയ്തത് ആപ്പിളാണ്. ആപ്പിൾ ഞാൻ അവോയ്ഡ് ചെയ്തു. അപ്പോൾ ഞാൻ ആഡ് ചെയ്തു കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞത് 6 എണ്ണമാണ്. ഇത് കൂടാതെ 7ാമത് ഞാൻ ഉൾപ്പെടുത്തിയത് ശംഖുപുഷ്പം എന്ന് പറയുന്ന ആ ഒരു ഫ്ലവറിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. നമ്മളുടെ ബ്യൂട്ടി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സ്കിൻ ടോണിനും എല്ലാ രീതിയിലും അത് ഉള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അതുപോലെ തന്നെ ഷുഗർ, ക്യാൻസർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ ശംഖുപുഷ്പം. അപ്പോൾ 7ാമത്തെ ഐറ്റം ശംഖുപുഷ്പമാണ്.
പച്ചമഞ്ഞൾ യൂസ് ചെയ്താൽ വളരെ നല്ലതാണ്. പച്ചമഞ്ഞൾ ഒറിജിനൽ പച്ചമഞ്ഞൾ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. പൊടി ചേർക്കാതിരിക്കുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന. പച്ചമഞ്ഞൾ ഒറിജിനലായിട്ട് നമ്മുടെ നാടൻ പച്ചമഞ്ഞൾ കിട്ടുന്നത് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും പറയാൻ പോകുന്നതാണ് അഡീഷണലായിട്ട് ഓപ്ഷണലായിട്ടുള്ള കുറച്ച് ഐറ്റംസിനെ കുറിച്ചാണ് ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മളുടെ ഗ്രീൻ ചില്ലി, പച്ചമുളക് എളുപ്പം എല്ലാവർക്കും കേൾക്കുമ്പോൾ ഒരു പച്ചമുളകൊക്കെ ആവശ്യമുണ്ടോ എന്ന് അയ്യോ എരിവല്ലേ? അതെ, എരിവാണ്. പക്ഷേ ഒരെണ്ണം ഏറ്റവും എരിവ് കുറഞ്ഞതായാലും എരിവ് കൂടുതലായാലും എങ്ങനെയായാലും കുഴപ്പമില്ല, പച്ചമുളകായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ള ഒന്നാണ് പച്ചമുളക്. സോ അതുകൊണ്ട് തന്നെ അതും ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. സോ പച്ചമുളകാണ് ഞാൻ 8ാമതായിട്ട് പറയുന്നത്. ഇനി 9ാമതായിട്ട് പറയാനുള്ള ഐറ്റം എന്ന് പറയുന്നത് ഈന്തപ്പഴം. മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈന്തപ്പഴം യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഈന്തപ്പഴം യൂസ് ചെയ്യാം, അതിനോടൊപ്പം അരച്ച് എടുക്കാവുന്നതാണ്. ഇനി ഈന്തപ്പഴം ഈ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഈന്തപ്പഴം അവോയ്ഡ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. സോ ഈന്തപ്പഴം ഓപ്ഷനിലാണ്. പിന്നെ വേറെ ഉള്ളത് പൊമഗ്രനേറ്റ്, അനാർ, മാതള നാരങ്ങ എന്നൊക്കെ പറയും. അപ്പോൾ ആ ഫ്രൂട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ബ്ലഡ് വർദ്ധിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഐറ്റമാണ്, ഒരു ഫ്രൂട്ടാണത്. സോ പൊമഗ്രാനേറ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വേണ്ട, അതും ഓപ്ഷനിലാണ്. ഓൾറെഡി ബീട്രൂട്ട് ഉള്ളതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല, ഏതെങ്കിലും ഒന്ന് മതിയാവും. രണ്ടും ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ 11 ഐറ്റംസിൻ്റെ പേരും പറഞ്ഞു കഴിഞ്ഞു, ഇൻഗ്രീഡിയൻസ്. ഇതിൽ ഓപ്ഷനിലായിട്ടുള്ള എത്രണ്ണം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 7 എണ്ണമാണ്. ആ 7 എണ്ണം ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞു തരികയും ചെയ്തു. സോ നിങ്ങളിതിൻ്റെ എമൗണ്ട് എടുക്കുന്നതിലാണ് ഇനി അടുത്ത കാര്യം. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി എടുത്താലും നിങ്ങൾ 2 പേർക്ക് വേണ്ടി എടുത്താലും നിങ്ങൾ 1 മാസത്തേക്കാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ 1 മാസത്തേക്ക് എടുത്ത വ്യക്തിയാണ്, അതുകൊണ്ട് 1 മാസത്തേക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നെല്ലിക്ക അത്യാവശ്യം എടുക്കണം. പക്ഷേ അതിന് ഇച്ചിരി എമൗണ്ട് ഉണ്ട്. ഒരു 10 എണ്ണമാണ് ഞാൻ എടുത്തത്. 10 കൊച്ചു നെല്ലിക്ക എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു നെല്ലിക്ക. അപ്പോൾ 10 നെല്ലിക്ക ഞാൻ എടുത്തു. അതിൻ്റെ കുരു കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയിട്ട് ഉപ്പൊക്കെ ഇട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തു. പുറത്തുനിന്ന് ഞാൻ വാങ്ങിച്ചത്. നമ്മുടെ വീട്ടിലുള്ള നാടൻ നെല്ലിക്കയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. നമ്മുടെ വീട്ടിൽ ഉണ്ടായതൊക്കെ ആണെങ്കിൽ നല്ല എഫക്റ്റ് ആയിരിക്കും. നമുക്ക് തന്നെ അറിയാം, അത്യാവശ്യം പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്നതിന് കുറച്ചുകൂടെ ഒരു ഇതുണ്ട്. ആമ്പലയ്ക്ക് ശരി കയ്പും പുളിയും എല്ലാം ഉണ്ട്. സോ അതാണ് എടുക്കുന്നതെങ്കിൽ ഇതിലും കുറച്ചെടുക്കണം. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന എമൗണ്ട് എടുക്കുക. അല്ലെങ്കിൽ നാടൻ ഐറ്റമാണ്, പക്ക ഒറിജിനലാണെങ്കിൽ കുറച്ചുകൂടെ കുറച്ചെടുക്കാൻ ശ്രമിക്കുക. കാരണം ഭയങ്കര എഫക്റ്റാണ്. ഓൾറെഡി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലായാലും നല്ല എഫക്റ്റ് ഉണ്ട്. പിന്നെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം. നമ്മൾ ആ കറക്റ്റ് ജ്യൂസ് പിഴിഞ്ഞ് അതുപോലെ കുടിക്കാൻ ശ്രമിക്കരുത്. ദിവസവും കുളിക്കുന്നവരാണെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യരുത്. സോ നിങ്ങൾ നെല്ലിക്ക ഒരു 10 എണ്ണം ഞാൻ എടുത്തു. അതിനുശേഷം അത് ക്ലീൻ ചെയ്ത് നെല്ലിക്കയുടെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ച് മാറ്റി വെച്ചു. അടുത്തത് 1/4 കിലോ ആണ് എടുത്തിരിക്കുന്നത്. 1/4 കിലോ ബീട്രൂട്ടും ക്യാരറ്റും ഞാൻ 1/4 കിലോ ആണ് ഉപയോഗിച്ചത്. പിന്നെ ശംഖുപുഷ്പം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ഞാൻ 10 എണ്ണമാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കളർ അനുസരിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതുപോലെ. അതിലൊന്നും എടുക്കുന്നതിൽ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം, ആവശ്യത്തിന് എടുക്കാം. ശംഖുപുഷ്പം ഞാൻ 10 എണ്ണം എടുത്തു. പിന്നെ അടുത്തതായിട്ട് ഞാൻ എടുത്തത് മഞ്ഞൾ. ഈ മഞ്ഞൾ നല്ലതാണ്. മഞ്ഞൾ ഞാൻ കുറച്ച് എടുത്തുള്ളൂ, അത് വളരെ നാച്ചുറലായിരുന്നു. സോ മഞ്ഞൾ ഒരു ചെറിയ ഒരു കഷ്ണം. ഇഞ്ചി എടുത്തതിനെക്കാട്ടിലും കുറച്ചാണ് ഞാൻ എടുത്തത്. ഇഞ്ചി എടുത്താൽ ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചി തന്നെ എടുത്തു. അത്യാവശ്യം ഇത്രയും വരുന്ന ഇഞ്ചിയാണ് ഞാൻ എടുത്തത്. നല്ല വലിപ്പത്തിലുള്ളൊരു ഇഞ്ചി എടുത്തു. ഇഞ്ചിയുടെ ഫ്ലേവർ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമാണ്, പിന്നെ നല്ലതാണല്ലോ. സോ ഇഞ്ചി ഞാൻ അത്യാവശ്യം വലിയൊരു കഷ്ണം തന്നെ എടുത്തു. പിന്നെ ഞാൻ എടുത്തത് നാരങ്ങ എന്ന് പറയുന്നത് ഞാൻ 2 എണ്ണം എടുത്തു. 2 നാരങ്ങ നീരാണ്. 2 നാരങ്ങയുടെ നീരാണ് ഞാൻ യൂസ് ചെയ്തത്. അത് നമ്മൾ അതിനകത്തോട് നീരായിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ തൊലി ഉപയോഗിക്കില്ല. ആ കുരുവും കളഞ്ഞിട്ട് നീര് മാത്രം, അതിൻ്റെ ജ്യൂസ് മാത്രം അതിലേക്ക് ഒഴിച്ചിട്ടാണ് മൊത്തത്തിൽ അരച്ചെടുക്കുക ഞാൻ ചെയ്തത്. പിന്നെ ഓറഞ്ച് ഞാൻ 2 എണ്ണം എടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 or 4 എടുക്കാം, ഒരു പ്രശ്നമില്ല. വൈറ്റമിൻ സി കൂടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതേ ചെല്ലുള്ളൂ. സോ വൈറ്റമിൻ സി ഓറഞ്ച് ഞാൻ 2 എണ്ണമാണ് എടുത്തത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ സാധനം ഉപയോഗിക്കുന്നത് അരച്ച് നിങ്ങൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. 1 മാസം വരെ നിങ്ങൾക്ക് സൂക്ഷിക്കാം.
1 മാസം സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റെഫ്രിജറേറ്ററിൽ വെക്കുന്ന സമയത്ത് നിങ്ങൾ ഐസ് ക്യൂബ് അതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഓരോ ദിവസവും രാവിലെ എണീറ്റ്, വെറും വയറ്റിലാണ് ഞാൻ കഴിച്ചത്, നിങ്ങൾക്ക് വെറും വയറ്റ് വേണമെങ്കിൽ കഴിക്കാം, അല്ലാതെയും കഴിക്കാം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഐസ് ക്യൂബ് ഇട്ടതിന് ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇടുക. ഇട്ടതിന് ശേഷമോ അല്ലെങ്കിൽ തിളച്ച വെള്ളം വെച്ചാൽ നല്ല തിളച്ച വെള്ളമായിരിക്കണം. നിങ്ങൾ ഈ ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഐസ് ക്യൂബിൻ്റെ തണുപ്പ് കാരണം ഈ വെള്ളം തണുത്തു പോരുത്. അപ്പം അത്രയ്ക്കും തിളച്ച വെള്ളത്തിലായിരിക്കണം ഈ ഐസ് ക്യൂബ് ഇടേണ്ടത്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ ഐസ് ക്യൂബ് ഇട്ടിട്ട് അപ്പോൾ തന്നെ ഓഫ് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നമ്മൾ ഐസ് ക്യൂബ് ആദ്യം തന്നെ മാറ്റി വെക്കും. നമ്മൾ ഗ്യാസിൽ വെള്ളം വെച്ചിട്ട് 1 ഗ്ലാസ് വെള്ളത്തിന് വെള്ളം വെക്കും. വെള്ളം വെച്ച് അത് തിളച്ച് വരുന്ന സമയത്ത് ഈ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഉടനെ ഓഫ് ചെയ്യും. ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ആ ചൂട് നിലനിൽക്കുകയും ചെയ്യും, നമുക്കത് കുടിക്കുകയും ചെയ്യും. ഗ്രീൻ ടീ ഒക്കെ ചൂടോടെ കുടിക്കില്ലേ, അതേ കണക്കിൽ നമുക്ക് കുടിക്കാം. ഞാൻ രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കുക തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കുടിക്കുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചാണ് എൻ്റെ ഇവിടായിട്ടൊരു മുഖക്കുരു ഉണ്ടായിരുന്നു. നന്നായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ളൊരു മുഖക്കുരു എനിക്ക് വന്നു. സത്യം പറയാലോ, 2 ദിവസം കൊണ്ട് ആ മുഖക്കുരു അമങ്ങിപ്പോയി, ഞാൻ പോലും അറിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പാട് മാത്രമേ കണ്ടോ, ബാക്കി വന്നു. പിന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ഇതുകൊണ്ട് പോകുമെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ചൊക്കെ പോയി, ഫുള്ളി എനിക്ക് പോയിട്ടില്ല. 20 ഡേയ്സ് ഇതുവരെ അങ്ങനെ ഫുള്ളായിട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഗ്ലോ ഉള്ളത് തന്നെയാണ്, നല്ല രീതിയിൽ ഗ്ലോ വന്നു. നമുക്ക് ശരീരത്തെ എല്ലായിടത്തും ഉണ്ട്. എൻ്റെ മുഖത്ത് അല്ല, നമുക്ക് അറിയാമല്ലോ, ഫേസാണ് ഏറ്റവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത്. നമ്മുടെ ഫേസിൻ്റെ സ്കിന്നും മറ്റ് സ്കിന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ എൻ്റെ മുഖത്ത് നല്ലതായിട്ട് അത് അറിയുന്നുണ്ട്, ശരീരത്തെ മൊത്തത്തിൽ എനിക്കറിയാം. പിന്നെ എനിക്ക് ഇതിൽ കൊണ്ടുണ്ടായ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, കൂടുതലായിട്ടും ഉണ്ടായ ഒരു ബെനിഫിറ്റ് ഡൈജഷൻ, കറക്റ്റ് ഡൈജഷനാണ്. ഗ്യാസ്ട്രോ പ്രോബ്ലംസ് എല്ലാം ഒഴിവായി, മെൻസ്ട്രൽ സൈക്കിൾ ടൈമിലുള്ള പെയിൻ പോയി കിട്ടി, നല്ല ഗ്ലോ ഉണ്ടായി. അങ്ങനെ നല്ല നല്ല ഗുണങ്ങൾ ഒരുപാടുണ്ടായി. പിന്നെ എൻ്റെ ബ്ലഡിൻ്റെ അളവ് വർദ്ധിച്ചു. ഹീമോഗ്ലോബിൻ കുറവായിരുന്നു എനിക്ക്, ഇപ്പോൾ എനിക്ക് ഹീമോഗ്ലോബിൻ കൂടുതലാണ്. 11 കിടന്നേ 10.3 എൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ്, ഇപ്പോൾ 13.1 ഉണ്ട്. അതിന് കാരണം ഈ പറയുന്ന ജ്യൂസ് തന്നെയാണ്. അപ്പം അത്രയും മാറ്റം എനിക്ക് വന്നു. പിന്നെ ഈ ഒരു ജ്യൂസ് കുടിച്ചുകൊണ്ട് മാത്രമേ ബ്ലഡ് വരൂ അല്ലെങ്കിൽ അങ്ങനെ വരൂ അങ്ങനെ വിചാരിക്കണം. നിങ്ങൾ ഈ ജ്യൂസ് കുടിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ലെവൽ കൂട്ടാൻ വേണ്ടിയുള്ളൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും എല്ലാമാണ് ഈ ജ്യൂസ്, എല്ലാം ശരിയാണ്. ബട്ട് ഒരു കാരണവശാലും നിങ്ങളുടെ ഫുഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. 3 നേരം ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ 3 നേരം കറക്റ്റായിട്ട് കഴിക്കുക. ഡയബറ്റിക്സ് ആയിട്ടുള്ളവർ, പിന്നെ പ്രഷർ കൂടുതലുള്ളവർ, കുറവുള്ളവർ, അങ്ങനെ കൊളസ്ട്രോൾ ഉള്ളവർ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ മരുന്ന്, ഇതൊരു മെഡിസിൻ തന്നെ പറയാം, ഈ ഒരു ഹെൽത്തി പോർഷൻ കുടിച്ചിരിക്കണം. ഡെയിലി കുടിക്കണമെന്ന് ചോദിച്ചാൽ നന്നായി ഡയല്യൂട്ട് ചെയ്ത് മാത്രം ഇത് അരയ്ക്കുക. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഡയല്യൂട്ട് ചെയ്യുമ്പോൾ നന്നായി ഡയല്യൂട്ട് ചെയ്തില്ലെങ്കിൽ, ഇത് ഹൈലി എഫക്റ്റുള്ള ഒരു സാധനം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്യണം. ഓവറായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു കണ്ടൻറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, അധികമായാൽ അമൃതും വിഷവും. സോ ആവശ്യമില്ലാതെ ഒന്നിൻ്റെ അളവ് കൂട്ടി ഒന്നിൻ്റെ അളവ് കുറച്ച് അങ്ങൊന്നും ചെയ്യരുത്. കറക്റ്റ് എമൗണ്ടിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക എല്ലാം. ഇപ്പം ക്യാരറ്റും ബീട്രൂട്ടും ഒരേ എമൗണ്ടിൽ എടുക്കുക, ഇഞ്ചിയും മഞ്ഞൾ അതും ഒരേ എമൗണ്ടിൽ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും മെഡിക്കൽ അഡ്വൈസ് വാങ്ങിച്ചിരിക്കണം. ഞാൻ 2 ഡയറ്റീഷ്യൻസിനോട് അഡ്വൈസ് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയത്. എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. സോ നിങ്ങളും അത് ചെയ്യാൻ ശ്രമിക്കണം. ഉറപ്പായിട്ടും നിങ്ങളൊരു ഡയറ്റീഷ്യനെ കാണാം. നോർമലായിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഒരുപാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസം ഒരു നേരം ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ ഞാനിപ്പോൾ 20 ഡേയ്സ് അടുപ്പിച്ച് ചെയ്തിട്ട് എനിക്ക് ഗുണമൊക്കെ ഉണ്ടായി. പക്ഷേ എനിക്കുണ്ടായ ഒരു ചെറിയ ഡിഫക്റ്റ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും. ഞാൻ ചെയ്ത തെറ്റിതായിരുന്നു, ചൂടുവെള്ളത്തിൽ ഐസ് ക്യൂബ് ഇട്ട് കുടിക്കുക. അങ്ങനെ ചെയ്യരുത്. ചൂടുവെള്ളത്തിൽ ഐസ് ക്യൂബ് ഇട്ട് കുടിക്കാൻ ശ്രമിക്കരുത്. നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഐസ് ക്യൂബ് ഇട്ട്, ആ ഒരു ഐസ് ക്യൂബ് ചെന്നാലും അത് അലിഞ്ഞു ചേർന്നാലും നന്നായി തിളച്ച വെള്ളം തന്നെ ആയിരിക്കണം, അത് തിളച്ചിരിക്കണം. പിന്നെ ഇതിനെ ആദ്യം തന്നെ ഐസ് ക്യൂബ് ഇട്ട് ഇതിനെ തിളപ്പിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസും അതിനകത്തുള്ള ഒരു കളറ് വരെ മാറ്റം വരും. ചിലപ്പോൾ അത് ഗുണം ചെയ്യുന്നു വരില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഐസ് ക്യൂബ് വരെ ഇടരുത്. ഒരു ഐസ് ക്യൂബ് ഇടാൻ പാടുള്ളൂ. എൻ്റെ അത്യാവശ്യം വലിയ ഐസ് ക്യൂബ്സ് ആയിരുന്നു. നിങ്ങളുടെ ചെറുതായിരിക്കും, നിങ്ങളതിനനുസരിച്ചിട്ട് കൊടുക്കുക. 2 ഐസ് ക്യൂബ്സ്, ചെറുതൊക്കെ ആണെങ്കിൽ 2 ഐസ് ക്യൂബ്സ് ഇടാം. ഒരു ഗ്ലാസ്സിന് ആവശ്യമുള്ള, നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര, അതിനനുസരിച്ച് ഉപയോഗിക്കും. പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഉറപ്പായിട്ടും ഒരു മെഡിക്കൽ അഡ്വൈസ് എടുത്തിട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ. അല്ലാത്തവർക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാം. നന്നായി ഡൈല്യൂട്ട് ചെയ്യുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് ഒരുപാട് പേര് ഈ ഒരു വൈറലായിട്ടുള്ള ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. ഗ്ലൂക്കാറ്റിൻ എന്ന് പറഞ്ഞ ഒരു ഗ്ലോ വരുന്ന ഒരു തരം ടാബ്ലറ്റ് ഉണ്ട്. ആ ഒരു ടാബ്ലറ്റിന് പകരമായിട്ടാണ് എല്ലാവരും വെള്ളത്തിൽ കലക്കി അത് കുടിക്കാറുണ്ട്, ഡെയിലി കുടിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാ സാധാരണക്കാർക്കും വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉള്ള ഒരു ഹോം റെമഡി കൂടിയാണ് ഞാൻ ഈ പറഞ്ഞ മാജിക് പോഷൻ. സോ ഒരു കാര്യം കൂടെ പറയാം. മാജിക് പോഷൻ എന്ന് പറയുന്ന പേരെങ്ങനെയാണ് വന്നതെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. സിമ്പിൾ. ഞാൻ ഒരു ഡിസ്നി ലവറാണ്. ഡിസ്നി വേൾഡിലൊക്കെ നമ്മൾ കാണാറില്ലേ, ഓരോ കാർട്ടൂൺസിലൊക്കെ അതിൽ കാണുന്ന ഒരു മന്ത്രവാദിനി ഒരു മാജിക് പോഷൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ കാണാറുണ്ട്. മൂക്കൊക്കെ നീണ്ടിട്ടുള്ള ഒരു മന്ത്രവാദിനി. പണ്ട് ഞാൻ കണ്ടിട്ടുള്ള ഏതൊരു കാർട്ടൂണാണ്. അപ്പോൾ ഡിസ്നി ലാൻഡിലെ ഒരു ഭാഗമായിട്ട് കണ്ടതാണ്. ആ ഒരു കാർട്ടൂണിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള ഈ ഡാഗിനിയം പോലൊക്കെ ഇരിക്കുന്ന ഒരു പുള്ളിക്കാരി, ആ ആളുണ്ടാക്കുന്ന, ആ മന്ത്രവാദിനി ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയിൽ ഉള്ള ഒരു ഒരു പോഷൻ്റെ പേര് മാജിക് പോഷൻ എന്നാണ് അവരതിനെ വിളിക്കുന്നത്. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ പേരിടാൻ തുടങ്ങി. പക്ഷേ അത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. സോ മെഡിക്കൽ അഡ്വൈസ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ബോഡി എങ്ങനെയാണെന്നും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവറും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ലെവലും എല്ലാം നിങ്ങൾക്കറിയാം. സോ ഇങ്ങനൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ് ഞാൻ ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. COVID-19 വന്ന സമയത്ത് ഞാൻ COVID-19 അനുഭവിച്ചൊരു വ്യക്തിയാണ്. സെക്കൻഡ് ആ ഒരു വേർഷൻ വന്നപ്പോഴാണ് എനിക്ക് കോവിഡ് കയറി പിടിച്ചത്. എൻ്റെ ശ്വാസകോശത്തിൻ്റെ ഒരു 70% എനിക്ക് നല്ല രീതിയിൽ ബാധിച്ചു. ഇത് ആഫ്റ്റർ എഫക്റ്റാണ് ഞാൻ കൂടുതൽ അനുഭവിച്ചത്. കോവിഡ് വന്ന സമയത്ത് അനുഭവിച്ചില്ല എന്നല്ല, പക്ഷേ ഒരു കോവിഡ് വൈറസ് ശരീരത്തിൽ നിന്ന് പോയതിന് ശേഷം എൻ്റെ ശരീരത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരുപാട് വേണ്ടാത്ത അസുഖങ്ങളും വേണ്ടാത്തതും, തൈറോയ്ഡ് കൂടുക കുറയുക, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ടായി. BP വേരിയേഷൻസ്, എനിക്ക് ബ്രോങ്കൈറ്റിസ്, ആസ്മ, അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് വന്നു. അപ്പോൾ ഇമ്മ്യൂണിറ്റി ലെവല് ഇപ്പോഴും എനിക്ക് കുറവാണ്. പക്ഷേ ഈ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കഴിച്ചതിന് ശേഷം എനിക്ക് ചെറിയ വ്യത്യാസങ്ങൾ തോന്നുന്നു. ഇനിയും ഇത് ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടി ഞാനിത് കഴിക്കുന്നതാണ്. എനിക്ക് പേഴ്സണലി നല്ല അനുഭവം, നല്ലൊരു റിസൾട്ടാണ് എനിക്ക് ഈ ഒരു മാജിക് പോഷൻ തന്നത്. സോ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. എല്ലാവരും ഈ ഒരു മാജിക് പോഷൻ എന്നുള്ള പേര് അത് എൻ്റെ ഒരു ഇമാജിനറി നെയിമാണ്. ബട്ട് ഞാൻ ഇപ്പോഴും ഇത് മാജിക് പോഷൻ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു നെയിം എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് മാജിക്കലി എനിക്ക് റിസൾട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണിത്. അതുകൊണ്ട് തന്നെ അതിന് മാജിക് പോഷൻ എന്ന് പേരിട്ടു. ഉണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് ഉണ്ടാക്കി, അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കി തന്നു. സോ എല്ലാവരും ഇത് നോക്കുക, ട്രൈ ചെയ്യുക. നിങ്ങൾക്കും നല്ല മാറ്റം ഉണ്ടാവും. ഹെൽത്ത് ഇഷ്യൂ ഉള്ളവർ ഡോക്ടേഴ്സിനെ കണ്ട് ക്ലിയർ ചെയ്തതിന് ശേഷം കഴിക്കുക. സോ എല്ലാവരും ഹെൽത്തിയായി ഹാപ്പി ആയിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. എൻ്റെ ഈ ഒരു മാജിക് പോഷന് ഇത്രയും വിജയകരമാക്കി തന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് ഒരിക്കലും 20 days ചലഞ്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ചലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഐ പ്രൂവ്ഡ് ദാറ്റ് മാജിക് പോഷൻ ഈസ് എ ഹെൽത്തി പോഷൻ ആൻഡ് ഇറ്റ് മേക്സ് എ ഗുഡ് റിസൾട്ട്. സോ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.